ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. ശ്രീ സത്യസായി ബാബ ഓൺ ലീഡർഷിപ്പ്, അതിൻ്റെ 17ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു നേതാവിന് ആവശ്യം വേണ്ടതായ സ്വഭാവം, സ്ഥിതപ്രജ്ഞത, അതായത് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അവസരങ്ങളിലും മനസ്സിൻ്റെ സമനില നിലനിർത്തുക എന്ന സ്വഭാവം, എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ കാണുവാനുള്ള കഴിവ്, അതാണ് സ്ഥിതപ്രജ്ഞത. അതുണ്ടായിരിക്കണം എന്ന് സ്വാമി പറഞ്ഞു. ഇന്ന് നിസ്വാർത്ഥതയും സംഘടനാപരമായ സംസ്കാരവും ഒരു നേതാവിന് ആവശ്യം ഉണ്ടായിരിക്കണം എന്ന് സ്വാമി നമ്മെ ഉപദേശിക്കുന്നു. സംഘനീതി, അതായത് സംഘബോധം, സംഘടനാപരമായ സംസ്കാരം, അത് ഒരു നേതാവ് വളർത്തിയെടുക്കേണ്ടതാണ്. നാം അടങ്ങുന്ന സംഘത്തിൻ്റെ താൽപ്പര്യത്തോടും അഭിമാനത്തോടുമുള്ള ആദരവാണ് സംഘബോധം. ചെറിയ രാജ്യമായ ജപ്പാൻ, ആകെ തകർന്ന് അടിഞ്ഞു പോയ ജപ്പാൻ എത്ര വേഗത്തിലാണ് സമുന്നതമായ സ്ഥാനം ലോകത്ത് നേടിയെടുത്തത്. ചെറിയ ഒരു രാജ്യം, എന്നിട്ടും അവർ ലോകത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട്? ജപ്പാൻ്റെ ആ വളർച്ചയെ ദിവ്യാത്ഭുതം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്താണ് അതിന് കാരണം? അവിടുത്തെ ജനങ്ങളുടെയും നേതാക്കന്മാരുടെയും സ്വഭാവ ശുദ്ധിയും സംസ്കാരവുമാണ് അവരെ സമുന്നതമായ ഒരു നിലയിൽ എത്തിച്ചത്. അവരുടെ സംസ്കാരത്തെ സാമുറേ എന്നും അവരുടെ ബുഷിഡെ എന്ന ചൈതന്യവും, സാമുറേ സംസ്കാരവും ബുഷിഡെ ചൈതന്യവും ആണ് ജപ്പാൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് അവർ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. മാനുഷിക മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തുക എന്ന ആശയങ്ങളാണ് സാമുറേ സംസ്കാരവും ബുഷിഡെ ചൈതന്യവും കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ആശയങ്ങൾ ജപ്പാൻകാരെ നിസ്വാർത്ഥമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രാപ്തരാക്കുന്നു. ജപ്പാനിലെ സാംസ്കാരിക പൈതൃകത്തിൽ സാമുറേ എന്നാൽ ധീരോദാത്തത, ആത്മാഭിമാനം, കൃതജ്ഞത എന്നിവ മുഖമുദ്രയായ ഒരു യോദ്ധാവ് അല്ലെങ്കിൽ വ്യക്തി എന്നാണ് അർത്ഥം. ഇച്ഛാശക്തി വളർത്തുന്നതിന് ഉപവാസം, നഗ്നപാതരായി മഞ്ഞിൻ മുകളിൽ കൂടെ ഓടുക എന്നിങ്ങനെയുള്ള തീവ്ര പരിശീലനങ്ങളാണ് അവർ ഒന്നടങ്കം ആചരിക്കുന്നത്. ഈ പരിശീലനം കൊണ്ട് ബുഷിഡെ ചൈതന്യം വളരുന്നു, അതായത് അവരുടെ ആത്മചൈതന്യം വളർന്നു വരുന്നു. ബുഷിഡെ എന്നാൽ ഒരു യോദ്ധാവിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത രീതി തന്നെയാണ്. വിശ്വസ്തത, ധൈര്യം, കർത്തവ്യബോധം എന്നിങ്ങനെയുള്ള പെരുമാറ്റം, ത്യാഗം എന്നീ സദ്ഗുണങ്ങൾ അവർ പരിശീലിക്കുന്നു. ഒരു സാമുറേ പരിശീലനം തൂലികയും വാളും, അതായത് നേതൃത്വവും കലയും ഒരു ഭാഗത്തും വാൾപ്പയറ്റും തന്ത്രവും മറുഭാഗത്തും കൂടിച്ചേരുന്ന പരിശീലനമാണ്. ഉദാഹരണത്തിന്, 2ാം ലോകമഹായുദ്ധകാലത്ത് ലക്ഷക്കണക്കിന് മറ്റുള്ള നാട്ടുകാരെയൊക്കെ തടവുകാരായി പിടിച്ചപ്പോൾ അവരുടെ ഇടയിൽ ചുരുക്കം ചില ജപ്പാൻകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ സാമുറേ സംസ്കാരവും ബുഷിഡെ ചൈതന്യവും അവർ പരിശീലിക്കുന്നതിനാൽ അവരുടെ ആത്മാഭിമാനം രക്ഷിക്കുവാനായി പിടിക്കപ്പെട്ട ജപ്പാൻകാർ അവരുടെ കൈവശം എപ്പോഴും കൊണ്ടു നടക്കുന്ന സെപ്പുക എന്ന ചെറിയ വാൾ കൊണ്ട് ഉദരം മുറിച്ച് മരിക്കുകയാണ് ചെയ്തത്. കാരണം തടവുകാരനാവുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ് എന്നവർ വിശ്വസിച്ചു.
ആ ആത്മത്യാഗം, ജീവത്യാഗത്തിലൂടെ തങ്ങളുടെ ദേശത്തിൻ്റെ ആത്മാഭിമാനത്തെ രക്ഷിക്കുകയാണ് ജപ്പാൻകാർ ചെയ്തത്. വിനയം, കഠിനാധ്വാനം ഇത് ജപ്പാൻ്റെ സ്വഭാവമാണ്, ജപ്പാൻ്റെ മുഖമുദ്രയാണ്. യത് ഭാവം തത് ഭവതി. നിങ്ങൾ എന്താണെന്ന് ഭാവിക്കുന്നോ അതായിത്തീരുന്നു. വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും 3 ദൗർബല്യങ്ങൾ നീക്കം ചെയ്യണം. നിങ്ങൾ മോഷ്ടിക്കുകയില്ല, കളവ് പറയുകയില്ല, വഞ്ചിക്കില്ല എന്ന തീരുമാനം ദൃഢമായി എടുക്കുകയും അത് പരിശീലിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ കുറ്റം ഏറ്റുപറഞ്ഞ് പരിഹാര നിർദ്ദേശത്തോടെ ശിക്ഷ ഏറ്റുവാക്കണം. അഥവാ അബദ്ധത്തിൽ മോഷ്ടിക്കുകയോ കളവ് പറയുകയോ ഒരാളെ വഞ്ചിക്കുകയോ ചെയ്താൽ സ്വയം കുറ്റമേറ്റു പറഞ്ഞ് അതിനെന്ത് ശിക്ഷയാണ് വിധിക്കുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങുവാനുള്ള ധൈര്യം ഉണ്ടാവണം. അമേരിക്കയുടെ വെസ്റ്റ് പോയിന്റിൽ നിന്നും പരിശീലനം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു ഘടന നൽകുന്ന ആദർശവചനം എന്താണെന്നറിയാമോ? മാതൃരാജ്യം, കർത്തവ്യം, ബഹുമതി ഇവ 3 സ്വാർത്ഥ താൽപ്പര്യത്തിന് മേലെ നിലനിൽക്കുന്നു. അതായത് മാതൃരാജ്യവും കർത്തവ്യവും ബഹുമതിയുമാണ് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനേക്കാളും മാനിക്കേണ്ടത്. ഭാരതത്തിൻ്റെ ആദർശവചനം എന്താണ്? 1. രാജ്യത്തിൻ്റെ സുരക്ഷ, അഭിമാനം, ക്ഷേമം എന്നിവയ്ക്കാണ് ഒരു ഭാരതീയൻ പ്രഥമ സ്ഥാനം നൽകേണ്ടത്. ഒരു ഭാരതീയ യോദ്ധാവ് തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരുടെ അഭിമാനവും ക്ഷേമവും സുഖസൗകര്യങ്ങളും രക്ഷിക്കുക എന്നതാണ് അയാളുടെ പ്രധാന കർത്തവ്യം. തങ്ങളുടെ സുഖങ്ങളും സൗകര്യങ്ങളും സുരക്ഷയും ഒടുവിൽ മാത്രം പരിഗണിക്കുക എന്നതാണ് ഓരോ യോദ്ധാവിനെയും നേതാവാകുവാനായി പരിശീലിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മേജർ പൃഥ്വി ചന്ദ് 1947-48 ലഡാക്കിനെ രക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് അനുയോജ്യമായ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എൻ്റെ സന്യാസമഠത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അർത്ഥം മനസ്സിലാകാതെ തന്നെ, എന്താണ് ഗുരുദേവൻ പറയുന്നത് മനസ്സിലാകാതെ തന്നെ അദ്ദേഹം ഗുരുദേവന് വാക്കുകൊടുത്തു, ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന്. പക്ഷേ വിൻ്റർ ആയതിനാൽ സോജില ചുരം അടച്ചിട്ടിരുന്നു. ലഡാക്കിൻ്റെ തലസ്ഥാനമായി ലേയിൽ എത്താനുള്ള ഒരേ ഒരു വഴി അതാണ്. പാകിസ്ഥാൻ ലേ കീഴടക്കും എന്ന് എല്ലാവരും വിശ്വസിച്ച സമയമായിരുന്നു അത്. ആ വിവരം ഒരു സുഹൃത്തിൽ നിന്നും അറിഞ്ഞ മേജർ ചന്ദ് ഒരു രാത്രി പ്രതിജ്ഞ നിറവേറ്റാൻ ഗുരുനാഥൻ ആവശ്യപ്പെടുന്നതായി സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഡാക്കിലുള്ള ഗുരുനാഥൻ്റെ ആശ്രമത്തെ രക്ഷിക്കുക എന്നത് കർത്തവ്യമായി തീർന്നു. അതിനാൽ അദ്ദേഹം പുതിയ ഒരു പദ്ധതി തയ്യാറാക്കി. കുറച്ച് സൈനികരെ ഹിമാലയം വഴി ലഡാക്കിലെത്തിച്ച് ഗറില്ല യുദ്ധം പഠിപ്പിക്കണം. അതിന് അദ്ദേഹം തന്നെ മുൻകൈയെടുക്കുകയും ചെയ്തു. ലേയിൽ ഡക്കോട്ട വിമാനത്തിനിറങ്ങാൻ വിമാനത്താവളം ഉണ്ടാവണമെന്ന് അദ്ദേഹം തൻ്റെ മേലധികാരികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാനാവാതെ അദ്ദേഹത്തെ ഒഴിവാക്കുവാനായി മേലധികാരികൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഡക്കോട്ട വിമാനത്തിനിറങ്ങാനുള്ള എയർപോർട്ട് ഉണ്ടാക്കുവാൻ അനുവാദം നൽകുന്നു. മേജർ ആ 2 രീതികളിലൂടെ അത്ഭുതകരമായി ലേയെ സംരക്ഷിക്കുന്നു. അങ്ങനെ തൻ്റെ ഗുരുനാഥന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുനാഥൻ്റെ ആശ്രമം ഉൾപ്പെട്ടിരുന്ന ലേ എന്ന നഗരത്തെ രക്ഷിക്കുന്നു. മഹാവീരചക്രം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. തൻ്റെ പ്രതിജ്ഞ നിറവേറ്റലും ഗുരുവിനെ സംതൃപ്തി നൽകിയതും ആണ് അതിലും വലിയ റിവാർഡെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഇതാണ് നമ്മുടെ യോദ്ധാക്കളിൽ ധാരാളം പേർ നമ്മളുടെ
രാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും എത്ര ശ്രേഷ്ഠമായ രീതിയിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന സൈനികരെ നയിച്ചുകൊണ്ടും ജീവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ജയ് സായിരാം.